ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ, പീഡിയാട്രീഷ്യനാണ്. ഇന്ന് കുട്ടികളിൽ കാണുന്ന മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂബിനീമിയ NNH എന്നാണ് നമ്മൾ ഇതിനെ മെഡിക്കലി വിളിക്കുക. ഇതിനെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ സാധാരണക്കാർക്കിടയിലുണ്ട്. അവയിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഇതിനെ വലിയൊരു അഡൽസിൽ കാണുന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ അതേപോലെ എടുക്കരുത്. കുട്ടികളിൽ ഇതുണ്ടാകാനുള്ള കാരണം വ്യത്യസ്തമാണ്. ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചുവന്ന രക്താണുക്കൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ, റെഡ് ബ്ലഡ് കോർപ്പസൽസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് ഈ ബിലിറൂബിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഈ ബിലിറൂബിനാണ് ശരിക്കും മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത്. മനസ്സിലാവാനായി നമ്മൾ മഞ്ഞ നിറം എന്നെല്ലാം പറയാറുണ്ട്. ബിലിറൂബിൻ കണ്ടന്റ് ആണ് ആക്ച്വലി ഇതിൽ പ്രശ്നക്കാരനായിട്ടുള്ളത്. റെഡ് ബ്ലഡ് കോർപ്പസൽസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഇതുണ്ടാകുന്നു. കുട്ടികളിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസൽസിന് താരതമ്യേന വലിയ ആൾക്കാരെ സംബന്ധിച്ച് ആയുസ് കുറവാണ്. അതായത് ദർ ഈസ് എക്സസ് പ്രൊഡക്ഷൻ. ഒരുപാട് റെഡ് ബ്ലഡ് കോർപ്പസൽസ് ബ്രേക്ക് ഡൗൺ ആകുന്നു. സോ ഈ ബിലിറൂബിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇതിനെ ശരിക്ക് മെറ്റബോളൈസ് ചെയ്യാനെല്ലാം നമ്മുടെ ലിവറിലാണ് ഇത് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ലിവറിന് അത്രയും എഫിഷ്യൻസി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റബോളിസം കുറച്ച് ഇമ്പയർഡ് ആയിരിക്കും. സാധാരണ ഒരു വലിയ ആളെ സംബന്ധിച്ച് അത്രയും കൃത്യമായിട്ട് നടക്കുകയില്ല. പിന്നെയും വേറെ ചില കുട്ടികളുടെ വയറിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് എല്ലാം തുടക്കത്തിൽ കുറവായിരിക്കും. കുറച്ച് ദിവസങ്ങൾ എടുക്കും നമ്മുടെ വയറിലെ പ്രോപ്പർ ഗട്ട് ഫ്ലോറ എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട്. അതായത് ദർ ഈസ് എക്സസ് പ്രൊഡക്ഷൻ ആൻഡ് ദർ ഈസ് ലെസ് എഫിഷ്യൻറ്റ് മെറ്റബോളിസം ആൻഡ് ഡിഗ്രഡേഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ബിലിറൂബിൻ്റെ അളവ് കുട്ടികളിൽ കൂടാം. ഇതാണ് നമ്മൾ NNH എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും കുട്ടികളിൽ ആദ്യത്തെ 2 ആഴ്ച, ഏകദേശം ആദ്യത്തെ 2 ആഴ്ച ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് 2 ആഴ്ച നമ്മൾ തീരുന്നില്ല എങ്കിലും ഓൺ ആൻ ആവറേജ് ഫസ്റ്റ് 2 വീക്സിലാണ് ഇത് കാണാറുള്ളത്. അതിൽ തന്നെ നമ്മൾ 3-ാം ദിവസവും 2-ാം ദിവസം 3-ാം ദിവസം 4-ാം ദിവസം ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ മഞ്ഞനിറം ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് പൊതുവേ നമ്മളെപ്പോഴും 2-ാം ദിവസമോ 3-ാം ദിവസമോ റുട്ടീനായിട്ട് സ്ഥിരമായിട്ട് കുട്ടികളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് കുട്ടികളിൽ മഞ്ഞനിറത്തിൻ്റെ അളവ്, ബിലിറൂബിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. നമുക്കൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏകദേശ ധാരണ കിട്ടും. പക്ഷേ എന്നാലും ഡെഫിനിറ്റീവായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ബ്ലഡ് ടെസ്റ്റിൽ മാത്രമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇത് നമ്മൾ മഞ്ഞ നിറം എന്ന് പറയുമെങ്കിലും ഇറ്റ്സ് നത്തിങ് അബൌട്ട് കോസ്മെറ്റിക്സ്. ഇത് നിറവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് കൂടിക്കഴിഞ്ഞാൽ, ബിലിറൂബിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സാധാരണ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ ഒരു വസ്തുക്കൾക്കും കഴിയില്ല. പക്ഷേ കുട്ടികളിൽ ഈ ബിലിറൂബിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് തലച്ചോറിന് ദോഷമുണ്ടാക്കാൻ കഴിവുണ്ട്. സോ ബ്രെയിൻ ഡാമേജും റിസൾട്ടൻറ്റ് ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻറ്റും ഉണ്ടാക്കാൻ ഈ ബിലിറൂബിൻ എന്ന് പറയുന്ന വസ്തുവിന് കഴിയും. കെർണിക്ട്രസ് എന്നാണ് ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുക. ഇത് വളരെയധികം സീരിയസ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഒരിക്കലും മഞ്ഞ നിറമെന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് എടുക്കരുത്. ഇത് വെയിൽ കൊണ്ടാൽ മാറും, വെയിൽ കാണിച്ചാൽ മാറും എന്നൊരു തെറ്റിദ്ധാരണ വളരെ വളരെ വ്യാപകമാണ്. വ്യക്തമായിട്ട് അറിയുക, ഇത് വെയിൽ കൊണ്ടാൽ മാറുന്ന കാര്യമല്ല. ഇതിന് ഫോട്ടോതെറാപ്പി, നമ്മൾ 40-50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് UVB റേസ്, അൾട്രാവയലറ്റ് ബി റേസ് ആണ് കൊടുക്കുക. അതിന് ഫോട്ടോതെറാപ്പി എന്നാണ് പറയുക. അത് ഒരു വശത്ത് നിന്ന് കൊടുക്കുന്നത്, 2 വശത്ത് നിന്ന് കൊടുക്കുന്നത്, പല രീതിയിലുണ്ട്. ഫോട്ടോതെറാപ്പി മാത്രമാണ് NNHനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ബിലിറൂബിൻ വാല്യൂ വളരെ ഹൈ ആയാൽ നമുക്ക് വേറെ ചില ഹയർ ട്രീറ്റ്മെൻറ്റ്സ്, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ പോലെ ബ്ലഡ് മാറ്റുന്ന ഉൾപ്പെടെ വളരെ ഹൈ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ 99% കേസിലും നമുക്ക് വേണ്ട സമയത്ത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 പരമാവധി 2 ദിവസത്തെ ഫോട്ടോതെറാപ്പി കൊണ്ട്, വെറുതെ ലൈറ്റിൽ കിടത്തുന്നതുകൊണ്ട് ഇത് മാറ്റാൻ കഴിയും. ഇഞ്ചക്ഷൻസ് ഒന്നും തന്നെ കാര്യമായിട്ട് വേണ്ട. അതുകൊണ്ട് ഒരിക്കലും ഈ മഞ്ഞനിറം കണ്ടു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്. ഒരു ദിവസത്തെ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇതിനെ മാറ്റാൻ കഴിയും. ഇതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എപ്പോഴും ഇത് ഓർത്തിരിക്കുക. ഇത് എത്തരം കുട്ടികളിലാണ് സാധ്യത കൂടുതൽ? പ്രീടേം ബേബീസ്, സമയം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, ഭാരം കുറവുള്ള കുട്ടികൾ, പിന്നെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആയിരിക്കുകയും കുട്ടിയുടെ AO BO ആയിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പുകളിലെ വ്യത്യാസം. അതുപോലെ അമ്മയുടെ ഗ്രൂപ്പ് RH നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും, കുട്ടികളുടെ പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ മഞ്ഞനിറം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പാലിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻസോ വേറെ കാര്യങ്ങളോ, വേറെ കോമോർബിഡിറ്റീസ്, വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മഞ്ഞനിറം വരാനുള്ള സാധ്യതയെ കൂട്ടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്തരം കുട്ടികളിൽ നമുക്ക് കുറച്ചധികം ശ്രദ്ധ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം മഞ്ഞനിറം നോക്കണം. അതിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്യണം. യൂഷ്വലി നമ്മൾ 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജിന് ശേഷം കുട്ടികളെ വീണ്ടും റിവ്യൂവിന് വിളിക്കാറുണ്ട്. റിവ്യൂവിന് തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുവരണം. നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞനിറം വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂബിനിയെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഒരു ദോഷവുമില്ലാതെ നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷേ ഉപേക്ഷ കാണിച്ചാൽ, ശരിയായ രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യുകയോ ട്രീറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്. താങ്ക് യു.